റോജായ പയ്യന്നൂരിൽ നിന്ന് CPM വിട്ട് ഒരിക്കൽ CPMന്റെ ആക്രമണത്തിനിരയായ സുധാകരൻ പുഞ്ചക്കാട് എന്ന് പറഞ്ഞ ഒരാൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട് ഇന്നലെ. അതിനകത്ത് പറയുന്നത് കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയതിൻ്റെ പേരിൽ ചോര മണക്കുന്ന കത്തിയുമായി മരണം പ്രതീക്ഷിച്ചിരിക്കും ജീവിക്കേണ്ട അവസ്ഥയാണെന്നാണ്. ഇത്രയും ഭീകരമാണോ അവസ്ഥ കേരളത്തിലെ? അല്ല, ഇവര് CPM പറയുന്ന പാർട്ടി ഗ്രാമങ്ങളിലെ ഒരവസ്ഥ ഇതാണ് എന്നുള്ളത് നിരവധി സംഭവങ്ങൾ. ഇതൊരു സുധാകരൻ പുഞ്ചക്കാടിൻ്റെ അനുഭവം മാത്രമല്ല, നിരവധി ആൾക്കാരെ ഇത്തരത്തിൽ ഭീതിയിലും ഭീഷണിയിലും കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ്, തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പയ്യന്നൂർ പോലീസ് കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച ഏതാണ്ട് 50ഓളം പേർക്ക് നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസിനകത്ത് പറയുന്നത് നിങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് നിങ്ങൾ വീടുകളിൽ CCTV സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ CCTV സ്ഥാപിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ സുധാകരൻ പുഞ്ചക്കാടെന്ന്. ഈ സുധാകരൻ്റെ ഈ കത്താണ് ഈ ദിവസങ്ങളിൽ ഫേസ്ബുക്കിലും മറ്റും വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. സുധാകരൻ പറയുന്ന ഒരു കാര്യമാണ്. സുധാകരൻ CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദന് അയച്ച ഒരു കത്താണ് ഈ ഫേസ്ബുക്കിൽ അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത്. അത് വളരെ വൈകാരികമാണ്. തന്റെ പഴയ അനുഭവം അടക്കം എണ്ണി പറയുന്നുണ്ട്. പാർട്ടി വിട്ടും മറ്റൊരു പാർട്ടി പോയ ആളുമല്ല. അതിനകത്ത് ഏറ്റവും നമുക്ക് അതിശയകരമായി തോന്നുന്ന ഒരു കാര്യം, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. 92 അദ്ദേഹം ജീവിതമാർഗം തേടി ഗൾഫിൽ പോയിട്ട് ആദ്യം കിട്ടിയ പൈസ ഞാൻ എൻ്റെ പാർട്ടിക്കാണ് അയച്ചു കൊടുത്തത്. അച്ഛനോ അമ്മയ്ക്കോ അയച്ചു കൊടുക്കുന്നതിന് പകരം ഞാൻ എൻ്റെ പാർട്ടിക്കാണ് എൻ്റെ ആദ്യ ശമ്പളം അയച്ചു കൊടുത്തത്. അങ്ങനെ ജീവിച്ച് അടിമുടി പാർട്ടിയായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ 2006 മറ്റോ അയാൾ തിരിച്ചു വരുന്നു. 2010 അദ്ദേഹം അതിക്രൂരമായ രീതിയിൽ ഒരു ആക്രമണത്തിന് വിധേയമാകുന്നു. കയ്യും കാലും എല്ലാം വെട്ടിമുറിക്കപ്പെട്ട് മാസങ്ങളോളം മംഗലാപുരം ആശുപത്രിയിൽ കിടന്നു. അതിനുശേഷം ഒരു വിധത്തിൽ ജീവൻ തിരിച്ചു കിട്ടി. അന്ന് അദ്ദേഹം മലയാള മനോരമയ്ക്ക് കൊടുത്തൊരു ഇന്റർവ്യൂവിനകത്ത് പിണറായി വിജയനോട് അഭ്യർത്ഥിക്കുന്ന അന്നത്തെ പാർട്ടി സെക്രട്ടറിയോട് പറയുന്നുണ്ട്, എന്നെ ഒന്ന് കൊന്നു തരുമെന്ന്. എന്ന് വെച്ചാൽ ജീവിക്കാൻ ഒരു അവസ്ഥയിലും വയ്യാത്ത ശയ്യാവലംബിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ പാർട്ടി സെക്രട്ടറിയോട് പറയുകയാണ്, എന്നെ ഒന്ന് കൊന്നു തരുമെന്ന്. അതിനുശേഷം ഇപ്പോഴും അദ്ദേഹം മരണത്തിന്റെ നിഴലിലാണെന്നാണ് ഈ കത്തിനകത്ത് പറയുന്നത്, ഈ MV ഗോവിന്ദൻ എഴുതിയ കത്തിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ജനാധിപത്യം, സാഹോദര്യം എന്നൊക്കെ വലിയ വീമ്പളക്കുന്ന ഒരു പാർട്ടി അവർക്കെതിരായിട്ട് ഒപ്പം നിൽക്കുന്നില്ല എന്ന് തോന്നിക്കഴിയുന്ന വ്യക്തികളെ വെട്ടിക്കൊല്ലുകയോ അല്ലെങ്കിൽ അവരെ എന്താ പറയുക ജീവിതം പെർമനന്റ് ആയിട്ട് കട്ടിലിൽ അവശേഷിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ പോകുന്ന നിരവധി ആൾക്കാരുണ്ട്. ഭയന്നാണ് മനുഷ്യൻ കഴിയുന്നത്. ഇപ്പൊ തന്നെ കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ചു എന്ന് പറയുന്നതിന് പേരിൽ എത്രയോ CPM പ്രവർത്തകരുടെ വീടുകളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിനു പുറമെയാണ് കോൺഗ്രസ് ഓഫീസുകൾ നശിപ്പിച്ചത്. അപ്പം ഈ ഒരു പാർട്ടി ഒരു മാഫിയ സെറ്റപ്പിലേക്ക് പോയിട്ട് രാഷ്ട്രീയ എതിരാളികളെ കൊല്ലുന്നതോടൊപ്പം തന്നെ തങ്ങളെ വിമർശിക്കുന്നവരെയും ഈ പാർട്ടിക്കകത്ത് ഉള്ളവരെ പോലും കൊന്നു തിരുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നു എന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. പോലീസ് നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതയുള്ള പോലീസ് പറയുന്നത് നിങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് വീടുകളിൽ CCTV വെച്ച് നിങ്ങളുടെ സുരക്ഷ കുറച്ചുകൂടി കരുതലോടുകൂടി ജീവിക്കണമെന്ന് പറയുന്നത്. അത് എത്ര CCTV വെച്ചാലും ഈ സംഘങ്ങൾ വിചാരിച്ചാൽ കൊല്ലാനുള്ള എല്ലാ സാധ്യത. അതാണ് ഈ സുധാകരൻ ഈ കത്തിനകത്ത് പറയുന്നുണ്ട്. പാർട്ടി ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ ഒരു ശക്തിക്കും അതിനെ തടയാൻ കഴിയില്ല. എത്ര വർഷം ഇത് തന്നെയായിരുന്നു മരണത്തിന് തൊട്ടു മുമ്പ് TP ചന്ദ്രശേഖരനും പറഞ്ഞ്, പാർട്ടി ഒരാളെ കൊല്ലണമെന്ന് തീരുമാനിച്ചാൽ അവരെ കൊന്നിരിക്കും. ഇതാണ് നമ്മുടെ മുമ്പിൽ 100 സംഭവങ്ങളാണുള്ളത്. അപ്പം ഈ മനസ്സിൽ വൈരാഗ്യം സൂക്ഷിച്ച് വർഷങ്ങളോളം കാത്തിരുന്ന് അവസരം വരുമ്പോൾ കൊല്ലുക എന്നുള്ളത്, അതായത് ഉന്മൂലനമാണ് ഈ പാർട്ടിയുടെ, ഈ ഭരണത്തിലിരിക്കുന്ന പാർട്ടി, അതായത് പുറത്തു നിൽക്കുന്ന ഒന്നുമല്ല, ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി ചെയ്തു കൂട്ടുന്ന പാതകങ്ങൾ ഇതൊക്കെയാണ്. സാധാരണ മനുഷ്യരോടാണ് ഇത് ചെയ്യുന്നത് മുഴുവൻ. അല്ലാതെ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള മുതലാളി വർഗത്തെ തല്ലിക്കൊല്ലുക എന്നൊന്നും അല്ലല്ലോ. കൂടെ നിൽക്കുന്നവനെ സാധാരണക്കാരായ ആൾക്കാരെയാണ് കൊല്ലുകയും അവരെ വേട്ടയാടി പിടിക്കുകയും ചെയ്തത്. ഇതിനകത്ത് ഒരു വാചകം ഈ സുധാകരൻ എടുത്തു പറയുന്നുണ്ട്. ഈ കത്തിനകത്ത് പറയുന്ന ഒരു വാചകം ഇങ്ങനെ, ഞാനതൊന്ന് വായിക്കാം. എന്ത് കാരണത്തിന്റെ പേരിലായിരുന്നു എന്നെ വധിക്കാൻ പാർട്ടി തീരുമാനിച്ചതെന്ന് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. ഞാൻ ഏതെങ്കിലും രീതിയിൽ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരാളല്ല. ഏതെങ്കിലും ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളല്ല. എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളല്ല. എന്നിട്ടും പാർട്ടി എന്നെ കൊല്ലാൻ ആളെ വിട്ടു. പോലീസ് പ്രതികളെ പിടിച്ചപ്പോൾ പാർട്ടി അവരെ ജാമ്യത്തിലെടുത്തു. അവർക്ക് ചെല്ലും കൊടുത്ത് സംരക്ഷിച്ചു. ഇത് പറയുന്നത് ഈ മരണാസന്നനായി മാസങ്ങളോളം കട്ടിലിൽ കിടന്ന ഒരാൾ പാർട്ടി സെക്രട്ടറിയോട് ഇപ്പോഴും യാചിക്കുകയാണ് സ്വന്തം ജീവന് വേണ്ടി.
ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിൽ ഒരു പൗരൻ ഒരിക്കൽ അയാൾ വിശ്വസിച്ചിരുന്ന പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിനോട് അഭ്യർത്ഥിക്കേണ്ടത് തൻ്റെ ജീവൻ എടുക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു സ്ഥിതി, ഇത് നമ്മൾ പുരാണങ്ങളിലും മറ്റും കഥകളിലും വായിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇല്ലേ? രാജാവ് തനിക്ക് ഇഷ്ടമില്ലാത്തവരെ കൊല്ലാൻ ആളിനെ വിടുകയും തക്കം പാത്തിരുന്ന് കൊല്ലുകയും ചെയ്യുന്ന പോലുള്ള സ്ഥിതിയാണ്. ഇതൊരു മാഫിയ സംഘം. നമ്മൾ ബോംബെയിലും ഇറ്റലിയിലും ഒക്കെ കേട്ടുള്ള മാഫിയകളുടെ അതേ സ്വഭാവത്തിലാണ്. അല്ല, ഈ സുധാകരൻ പറയും പോലെ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു പുതിയ കാര്യമൊന്നുമല്ല. TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളും കൊടും ക്രിമിനലുകളാണ്. അവർ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ പുറത്ത് പരവുള്ളാണ് ജീവിക്കുന്നത്. അതേപോലെ പെരിയ കൊലക്കേസ്, ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കൊലക്കേസിലെ പ്രതികൾ അവരെ എങ്ങനെയാണ് CPM കൈകാര്യം ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് ഇനി സംരക്ഷണം കിട്ടും. അല്ല, കാരണം ഇത് പാർട്ടി ഈ പാല് കൊടുത്ത് വളർത്തുന്ന മൂർഖൻ മാമ്പുകൾ തന്നെയാണ്. അവരെയാണ് തരാതരം പോലെ ഉപയോഗിക്കുന്നു, അവർക്ക് അതിനുള്ള സംരക്ഷണം കൊടുക്കുന്നു, അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു, കല്യാണം നടത്തി കൊടുക്കുന്നു, എല്ലാം കണ്ട. നമ്മൾ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഒരു പ്രതിയുടെ വിവാഹത്തിന്റെ ഷംസീർ പോയി, ഇപ്പോഴത്തെ സ്പീക്കറായിരുന്ന ഷംസീർ പോയി ആ പ്രതിയോടൊപ്പം ഡാൻസ് കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതാണ് ഈ പാർട്ടി നടത്തുന്നത്. അതായത് കൊലയാളികൾക്ക് സംരക്ഷണം, ഗുണ്ടകൾക്ക് സംരക്ഷണം, ഇതിനെല്ലാം പാർട്ടിയുടെ ചെലവിലാണ് ഇതെല്ലാം നടത്തുകയും ചെയ്യുന്നത്. എന്നിട്ട് രക്തസാക്ഷികളെ സൃഷ്ടിക്കുക, അതേപോലെ തന്നെ അവരുടെ പേരിൽ ഫണ്ട് പിരിക്കുക, അത് അടിച്ചു മാറ്റുക, ഇതേപോലെ തന്നെ ആളെ വിട്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ കൊല്ലുക, ഇതൊക്കെ നടത്തുകയാണ്. എന്നിട്ടാണ് മാനവീയതയെക്കുറിച്ചും മനുഷ്യന്റെ കാരുണ്യത്തെക്കുറിച്ചും ഒക്കെ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നത്. അപ്പൊ ഈ കത്തിപ്പോ പുറത്തു വന്നിട്ട് 3 ദിവസമാകുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മിണ്ടുന്നില്ല, പാർട്ടിയുടെ പാർട്ടി ചെലവും കൊടുത്ത് വളർത്തുന്ന സാംസ്കാരിക നായകന്മാർ മിണ്ടുന്നില്ല, ജില്ലാ സെക്രട്ടറി KK രാജേഷ് ഒരു ഇത് പറഞ്ഞിട്ടില്ല. അല്ല, ഇവരാരും ഇതിനെക്കുറിച്ച് ഇവരൊന്നും തന്നെ മിണ്ടുന്നില്ല. കാരണം ഇത് ഒരു നാട്ടു നടപ്പായിട്ട് വന്നിരിക്കുകയാണ്. അത് പാർട്ടി തീരുമാനിക്കും ആരെ ജീവിക്കാൻ അനുവദിക്കണം, ആരെ കൊല്ലാൻ, ആരുടെ ജീവൻ എടുക്കണമെന്ന് പാർട്ടിയാണ് തീരുമാനം. പാർട്ടിയുടെ കയ്യിലാണ് ഇപ്പൊ ജീവൻ ഇരിക്കുന്നത് ഒരുപാട് മനുഷ്യരുടെ. അതുകൊണ്ട് തന്നെയാണ് ഭയം കൊണ്ടാണ് പലരും പുറത്തു പറയാത്തത്. അപ്പൊ അതിൽ നിന്നൊക്കെ പുറത്തു വന്ന 1-2 മനുഷ്യരാണ് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് ഈ പാർട്ടിക്കെതിരെ സംസാരിക്കുകയും അവരുടെ ജീവൻ എടുക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? ഒരു ഉറപ്പുമില്ല ഇല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ഈ സുധാകരൻ പറയുന്ന പോലെ നാളെ അവരുടെയും ജീവൻ നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ കത്തിനകത്ത് വീണ്ടും ഒരു പോർഷൻ പറയുന്നുണ്ട്. ഞാൻ ഇന്ന് വീണ്ടും ഈ കാര്യം എഴുതാൻ കാരണം 2010 മൂർച്ച കൂട്ടിയ വാളിന് 2026 വീണ്ടും മൂർച്ച കൂട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ CPM എന്ന പാർട്ടി വിട്ടതിന് ശേഷം മറ്റൊരു പാർട്ടിയിൽ ചേരാത്ത ആളാണ് ഞാൻ. എന്നാൽ പലപ്പോഴായും എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള ചില നിലപാടുകൾ മനസ്സുകൊണ്ടും എഴുത്തുകൊണ്ടും ഐക്യദാർഢ്യം കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ബോധ്യമായിരുന്നു പയ്യന്നൂരിലെ V. കുഞ്ഞകൃഷ്ണൻ പറഞ്ഞ ഫണ്ട് വിഷയം. അത് എനിക്ക് മാത്രമല്ല മറ്റു പലർക്കും ഉണ്ടെന്നുള്ള കാര്യം താങ്കൾക്കും അറിയാവുന്നതാണ്. ആ ബോധ്യത്തിന്റെ പുറത്ത് കുഞ്ഞകൃഷ്ണന് വേണ്ടി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതുന്ന ഇത്ര വലിയ ക്രിമിനൽ കുറ്റമാണെന്ന് ജനാധിപത്യ ബോധമുള്ള ആരും കരുതുമെന്ന് വിചാരിക്കുന്നില്ല. അപ്പൊ ഇപ്പോ വീണ്ടും കൊലക്കത്തി രാഗിക്കൊണ്ടിരിക്കുന്നത് ഈ സുധാകരൻ പുഞ്ചക്കാട് എന്ന് പറയുന്ന വ്യക്തി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ് അയാളെ കൊല്ലാൻ വേണ്ടി പിച്ചാത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ CPM ഭരണത്തിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടിക്ക് വീണ്ടും മൂന്നാമതൊരു അവസരം കൊടുക്കണോ എന്ന് ഉള്ള സജീവമായ ചർച്ചയാണ് ജനങ്ങൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുകയും അത് അവരുടെ വോട്ടാക്കി മാറ്റി വിടുകയും ചെയ്തത്. അപ്പൊ ഇത് തന്നെയായിരുന്നു ബംഗാളിൽ സംഭവിച്ചത്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കൊന്നൊടുക്കുക, അവരുടെ ശബ്ദങ്ങളെ നിശബ്ദമാക്കുക, ഇതൊക്കെയാണ് പാർട്ടിക്ക് അധികാരം കിട്ടുള്ള. ഇവിടെ ബംഗാളിലും ത്രിപുരയിലും ചൈനയിലും റഷ്യയിലും കമ്മ്യൂണിസം എവിടെയൊക്കെ ഉണ്ടായിരുന്നു അവിടങ്ങളിലെല്ലാം മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ് ഈ പാർട്ടി നടന്നുകൊണ്ട്. അനേകം പേര് ഈ കമ്മ്യൂണിസത്തിന്റെ 100ാം വാർഷികത്തിന്റെ സമയത്ത് ആ വാർഷികം ആഘോഷിച്ച സമയത്ത് വാൾ സ്ട്രീറ്റ് ജേണൽ പത്രത്തിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഏതാണ്ട് 1 കോടി ആൾക്കാരെയാണ് കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊന്നൊടുക്കിയത് ലോകമൊട്ടാകെ. അപ്പോൾ ഈ ബംഗാളിൽ ഭരണം പോകുന്നതിന് തൊട്ടു മുമ്പ് നിയമസഭയിൽ വന്നൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് ബുദ്ധദേവ് ഭട്ടാചാര്യ പറഞ്ഞ 55,000 രാഷ്ട്രീയ എതിരാളികളെ ഈ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനിടയിൽ കൊന്നിട്ടുണ്ടെന്നായിരുന്നു സർക്കാർ തന്നെ സമ്മതിച്ചത്. രാഷ്ട്രീയ എതിരാളികൾ പല സംഘടനകളിൽ കൊല്ലപ്പെട്ടു എന്ന്. അതിന്റെ ഒരു സ്ഥലത്ത് പ്രതിസ്ഥാനത്ത് എപ്പോഴും CPM തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്ഥിതിയാണ് ഇപ്പൊ കേരളത്തിൽ നമ്മളിതൊരു നിത്യകാഴ്ചയാണ്. കണ്ണൂരിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം ഇത് കൊല്ലുകയും ചെയ്യുന്ന പാവപ്പെട്ടവർ മാത്രമാണ്. 2 വശത്തും വരുന്നത് പാവങ്ങളായ ആൾക്കാരാണ്. ആ നിത്യവൃത്തിക്ക് മാർഗമില്ലാത്ത പാവങ്ങളെയാണ് ഇത്തരത്തിൽ കൊന്നൊടുക്കുക. അപ്പൊ സുധാകരന്റെ ഈ കത്തിനോട് CPM ഏത് തരത്തിൽ
പ്രതികരിക്കുമെന്ന് സുധാകരൻ തന്നെ ലാസ്റ്റ് പറയുന്നത് സമാധാനം പുലരുന്ന ഒരു നാടിന് വേണ്ടി ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ എം വി ഗോവിന്ദൻ ഇത് കാണിക്കണമെന്നാണ്. അതിന് മാത്രമുള്ള ഇച്ഛാശക്തിയൊക്കെ എം വി ഗോവിന്ദനുണ്ടോ ഇപ്പോൾ CPM-നകത്ത് തന്നെ? ഇല്ല, അതൊന്നും ഇപ്പം ഇത് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ഇവരുടെ ഈ പ്രാദേശിക നേതാക്കന്മാർ കൊല്ലാൻ തീരുമാനിക്കുന്നു, മേളിലുള്ള മൂത്ത നേതാക്കന്മാർ അതിന് അംഗീകാരം കൊടുക്കുന്നു. അതിന് അപ്പോൾ പിന്നെ അതിനുവേണ്ടി വരുന്ന കേസ് നടത്തിപ്പിക്കല്, ഫണ്ട് പിരിക്കല്, ഇതെല്ലാം ഒരു എന്താ പറയുക, ഈ സ്ഥിരം നടക്കുന്ന ഒരു പല്ലവി പോലെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതാണ് ഈ പാർട്ടി ഒരു ജനാധിപത്യ സമൂഹ ക്രമത്തിൽ ജീവിക്കുന്ന ഒരു പാർട്ടി നടത്തുന്ന കൊലപാതകങ്ങളാണ്. അതായത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ശബ്ദം പറയുന്ന ഒരാളെ അത് എഴുത്തുകൊണ്ടോ നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ പറയുന്നവരെ കൊന്നൊടുക്കുക, അവരെ നിശബ്ദരാക്കുക, അതാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ ഈ ഭയം കൊണ്ടാണ് മറ്റുള്ളവർ ജീവിക്കുന്നത്. ഏതാ പാർട്ടിക്കെതിരെ പിന്നെ ആരും സംസാരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരത്തില്ല. അങ്ങനെയുള്ളവരെ കൊന്നൊടുക്കുക എന്നുള്ള ഏറ്റവും നീചമായ പ്രവൃത്തിയാണ് ഈ പാർട്ടി ചെയ്തുകൊണ്ട്. ഈ ചോദ്യങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കിടക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭരണകൂടം അല്ലെങ്കിൽ പോലീസ് പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതരായി പോലീസ് കൈയും കെട്ടി നോക്കിക്കുക. നോട്ടീസ് അയപ്പാണ് പോലീസിന്റെ ജോലി. ഇത്തരത്തിൽ 50-60 പേർക്കാണ് ഇപ്പോൾ തന്നെ ആ പരിസരത്ത് നോട്ടീസ് കൊടുത്തിട്ടിരിക്കുന്നത്. അവരെന്ത് ചെയ്യാൻ പറ്റും? എത്ര ദിവസം ഈ CCTV നോക്കിക്കൊണ്ടിരിക്കും? CCTV വെച്ചത് കൊണ്ട് അവരുടെ ജീവൻ എന്ത് സുരക്ഷ? അതൊന്നും പോലീസിന് പറയാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ പോലീസിന് പോയി മുഴുവൻ സമയം ഈ ആൾക്കാർക്ക് സുരക്ഷ കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം അതിന് കാരണമെന്ന് പറയുന്നത് ഈ പ്രതിസ്ഥാനത്ത് വരുന്നവരെ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സംരക്ഷിക്കും. പോലീസുകാർക്ക് പോലും ഭയമുണ്ട്. അവർക്ക് സ്വതന്ത്രമായ രീതിയിൽ നീതി നടപ്പാക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഈ പ്രദേശത്തില്ല. അല്ലെങ്കിൽ പോലീസിനെ അത്തരത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവരുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നത്.